ഡോക്ടർ കമ്മപ്പ, ഈ പ്രത്യേക ഡിബേറ്റിലേക്ക് സ്വാഗതം. എൻ്റെ ഒരു അറിവ് വെച്ച് അങ്ങ് സീനിയർ ഗൈനക്കോളജിസ്റ്റാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം പ്രസവങ്ങൾ എടുത്തിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് കൂടിയാണ് അങ്ങ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഈ വീട്ടുപ്രസവങ്ങൾ ഒരു ഫാഷൻ പോലെ നമ്മുടെ നാട്ടിലങ്ങനെ വ്യാപകമാകുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീട്ടിൽ പ്രസവിച്ച വനിതകളെ വിളിച്ച് ആദരിക്കുന്ന ഒരു ചടങ്ങ്, അവരെ ധീരവനിതകൾ എന്ന് അഭിസംബോധന ചെയ്യുകയാണ്. ഇതിനെ എന്താണ് യഥാർത്ഥത്തിൽ വിളിക്കേണ്ടത്? പിന്നെ യഥാർത്ഥത്തിൽ ഇത് മണ്ടത്തരം എന്നാണ് നമ്മൾ പറയേണ്ടത്. കാരണം നമ്മളെ പ്രബുദ്ധരായിട്ടുള്ള മലയാളികള് ചില കാര്യങ്ങളിലൊക്കെ തനി മണ്ടന്മാരാണ്. നമുക്കറിയാം, ഈ ആട് തേക്ക് മാഞ്ചിയം എന്ന് പറഞ്ഞിട്ടുള്ള തട്ടിപ്പ് എത്ര കൊല്ലമായിട്ട് പലരും തട്ടിച്ചത്. ഇപ്പൊ ഈ അടുത്തുകൂടി പുതിയ തട്ടിപ്പിന്റെ വാർത്തകൾ നമ്മൾ കേട്ടു. അപ്പോ ചില വിഷയങ്ങളിൽ മലയാളികൾക്ക് പ്രബുദ്ധരെന്ന് പറയാൻ പറ്റില്ല, മണ്ടന്മാരെന്ന് പറയണം. പക്ഷെ വലിയൊരു സങ്കടം എന്താണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ഗൈനക്കോളജിസ്റ്റുകള് വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി കേരളത്തിലേക്ക് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, പ്രസവത്തിലെ മരണനിരക്ക് ക്രമാനുഗതമായി കുറച്ചു കൊണ്ടുവന്നിട്ട് നമ്മളിപ്പോ അമേരിക്കയേക്കാൾ മുൻപിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ. ഇത് ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം ഈ പ്രസവങ്ങൾ ആശുപത്രിയിലേക്ക് ഏതാണ്ട് 100% പ്രസവങ്ങൾ ആശുപത്രിയിലേക്ക് മാറിയതാണ്. നമ്മളെ പ്രത്യേകിച്ച് KFOG, ഞങ്ങൾ എന്ന് പറയുന്ന ഞങ്ങളുടെ അസോസിയേഷൻ, പ്രൊഫസർ പൈലിയുടെ നേതൃത്വത്തിൽ 2000 തുടങ്ങിയ ഒരു പരിപാടി. അന്ന് നമ്മൾ ഈ മെറ്റേണൽ മോർട്ടാലിറ്റി എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ, ഒരു പ്രദേശത്തിന്റെ ഹെൽത്ത് ഇൻഡെക്സ്, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ആരോഗ്യ സൂചികയാണ് മെറ്റേണൽ മോർട്ടാലിറ്റി. അത് 100,000 പ്രസവം നടക്കുമ്പോൾ അതിനകത്ത് എത്ര സ്ത്രീകൾ മരിക്കും എന്നുള്ളതാണ് ആ കണക്ക്. നമ്മുടെ 1947 നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ആ റേറ്റ് 2000 ആയിരുന്നു. അത് പതിയെ താഴോട്ട് വന്ന് നമ്മളെ 2000 ആകുന്ന ആ സമയത്ത് കേരളത്തിലടക്കം അത് 100ന്റെ പരിസരത്തായിരുന്നു. ഏതാണ്ട് 97 എന്നാണ് എൻ്റെ ഓർമ്മ. ആ വർഷത്തിലാണ്, 2000 പ്രൊഫസർ പൈലിയുടെ നേതൃത്വത്തിൽ KFOG ഇത് കുറച്ചു കൊണ്ടുവരാനുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തു. അത് കേരള ഗവൺമെന്റിന്റെ കൂടി സപ്പോർട്ടോട് കൂടിയിട്ട് അത് ട്രെയിനിങ് കൊടുത്ത് ഓരോ മാതൃമരണവും അന്വേഷിച്ച് അതിന്റെ കാരണങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് കണ്ടെത്തി അത് പ്രിവെന്റബിൾ ആണോ എന്ന് നോക്കി അത് അടുത്ത ഇനി മറ്റൊരു അതേപോലത്തെ ഒരു കേസ് ഇല്ലാതിരിക്കാനുള്ള ട്രെയിനിങ് ഗൈനക്കോളജിസ്റ്റുകൾക്കും പ്രസവ മുറികളിലൊക്കെ വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്കും അടക്കം ട്രെയിനിങ് കൊടുത്ത് വളരെ കഠിനമായി പരിശ്രമിച്ചിട്ടാണ് നമ്മളിപ്പോ കഴിഞ്ഞ 2024 ഈ റേറ്റ് വെറും 19 എത്തിച്ചത്. എന്നാൽ അതിന് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം, കഴിഞ്ഞ വർഷം അമേരിക്കയിൽ ഈ റേറ്റ് 24 ആയിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയെക്കാളും സേഫായിട്ട് പ്രസവിക്കാനുള്ള ഒരു സ്ഥലമായി കേരളം മാറി എന്നുള്ളതാണ്. നമുക്ക് എത്രയും ബുദ്ധിമുട്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഈ മുന്നേറ്റം പാടെ നശിപ്പിക്കുന്നതാണ് ഈ പുതിയ ട്രെൻഡ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇതിനുള്ള ഉത്തരവാദികൾ ആരാണ്, എന്തുകൊണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഇത് വളരെ ഒരു വങ്കത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ ഡോക്ടർ കമ്മപ്പ, ഇതിൽ ഇവർ പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഡോക്ടറുടെ സഹായം തേടാൻ ഗർഭവും പ്രസവവും ഒന്നും ഒരു അസുഖമല്ല, അത് സ്വാഭാവികമായി വന്നു ചേരുന്നതാണ്, സ്വാഭാവികമായി നടക്കേണ്ട ഒരു പ്രക്രിയയാണ് പ്രസവം എന്നാണ്. അതുകൊണ്ട് അങ്ങനെ വീട്ടിൽ ഒരു പ്രസവം നടന്നതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ല. ഒരു ദമ്പതികളുടെ സ്റ്റോറിയൊക്കെ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് മാധ്യമങ്ങളിൽ വന്നതാണ്. അത് കോഴിക്കോടുള്ള ഒരു ഈ കുഞ്ഞ് ജനിച്ച ആ ജനന സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്ന ആരോപണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന ദമ്പതികളുടെ കഥയാണ്. അതിൽ ആ ഭർത്താവ് പറയുന്നുണ്ട്, ഇങ്ങനെ ഈ പൊക്കിൾ കൂടി മുറിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു ബ്ലേഡ് വാങ്ങി വന്നു, അത് ഞാൻ അത് മുറിച്ച് നീക്കി, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതായത് പതിറ്റാണ്ടുകൾ നമ്മൾ ആരോഗ്യരംഗത്ത് വലിയ മേന്മ പുലർത്തുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തെ പിന്നോട്ടടിപ്പിക്കാൻ ബോധപൂർവമായ ചില നീക്കങ്ങൾ ഇവിടെ നടക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലായാലും ഇത്തരം പ്രവണതകൾ തടയപ്പെടേണ്ടതല്ലേ? യാതൊരു സംശയവുമില്ല, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇത്തരം ആൾക്കാര് ഒരു പ്രത്യേക വിഭാഗം
അത് ധനമോഹം തന്നെയാണ് അതിന്റെ പുറകിലുള്ളത്. ധനമോഹം തന്നെയാണ് അതിന്റെ പ്രധാന റീസൺ. ധനമോഹം തന്നെയാണ്. നമുക്കിപ്പോ ഏത് പ്രസവം നമ്മളിപ്പോ ഒരു സാധാരണ ഫിസിയോളജിക്കൽ പ്രോസസ്സാണ് പ്രസവം എന്ന് പറയും. പക്ഷെ ഏത് പ്രസവവും ഏത് പോയിന്റിലും വെച്ച് പാത്തോളജിക്കൽ ആവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പത്തിലേക്ക് ചെല്ലാം. ഏത് നിമിഷമാണ് അത് സംഭവിക്കാൻ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. മാത്രവുമല്ല, അത് വന്നു കഴിഞ്ഞാൽ ചില സംഗതികളൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ഗുരുതരാമത്തിലുള്ള ഇപ്പോൾ എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം പറയാം. ഒരു സ്ത്രീ 4ാമത്തെ പ്രസവമായിരുന്നു. സുഖമായിട്ട് പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞതിന് ശേഷം കഠിനമായിട്ടുള്ള ബ്ലീഡിങ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് കൊടുക്കുന്ന മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടും ബ്ലീഡിങ് നിൽക്കുന്നില്ല. ഞങ്ങൾ പ്രസവം കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് തിയേറ്ററിൽ കയറ്റി യൂട്രസ് എടുത്ത് മാറ്റേണ്ടി വന്നു. ഈ പ്രസവം വീട്ടിൽ സംഭവിച്ചെന്ന് ആയിരുന്നെങ്കിൽ ആ സ്ത്രീ ജീവിച്ചിരിപ്പില്ല. ഒരു സംശയവുമില്ല. കാരണം ഇത്രയും ബ്ലീഡിങ് വെച്ചിട്ട് ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും ആ സ്ത്രീയുടെ അവസ്ഥ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലായിട്ടുണ്ടാവും. ഇത്തരം കേസുകൾ അപ്പൊ ചിലരൊക്കെ ചോദിക്കും, വീട്ടിൽ പ്രസവിച്ച നമ്മുടെ അമ്മൂമ്മ 12 വീട്ടിൽ പ്രസവിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട്. ശരിയാണ്. അന്ന് ഈ അമ്മൂമ്മമാരുടെ നമ്മളെ ഒന്നും വേണ്ട, നമ്മളൊരു 30-40 കൊല്ലം പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രസവത്തിൽ മരിച്ചുപോയി, അമ്മ മരിച്ചതാണ്, പ്രസവത്തിൽ അമ്മ മരിച്ചതെന്ന് പറയുന്ന എത്രയോ പേരെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴോ പ്രസവത്തിൽ ഒരു സ്ത്രീ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചാനലുകൾക്കൊക്കെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ്, അല്ലെ? സ്വാഭാവികമായിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭസ്മാസുരന് വരം കൊടുത്തു എന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റുകളുടെ സ്ഥിതി. ഞങ്ങളെല്ലാം കൂടി കഠിനമായിട്ട് പരിശ്രമിച്ചിട്ടാണ് ഈ മാതൃമരണനിരക്ക് കുറച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഭവിക്കുന്ന മരണനിരക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, സ്വീകരിക്കാൻ ആൾക്കാർക്ക് ചില നിവൃത്തിയില്ലാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആംബിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്നൊക്കെ പറയുന്ന ചില സംഗതികളുണ്ട്. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു നിവൃത്തിയില്ല, ആള് മരിക്കും. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. എങ്കിൽ പോലും എപ്പോഴും ആശുപത്രിക്കും ഡോക്ടർക്കും അത് വളരെ വലിയൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഈ കടന്നു പോകുന്നത്. ആ സമയത്ത് ഇത്രയും വിവരമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ എന്താണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൽ കൃത്യമായ നടപടികൾ അനിവാര്യമല്ലേ ഡോക്ടർ? ഈ തിരുവനന്തപുരത്ത് തന്നെ ഇതുപോലെ ഒരു മരണമുണ്ടായി. വീട്ടിൽ പ്രസവം എടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ ആ യുവതി മരണപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ വലിയ നടപടികളൊന്നും അക്കാര്യത്തിൽ ഉണ്ടായില്ല. ഈ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് പുറത്തു വന്ന വാർത്തയിൽ പോലും വലിയ ഇടപെടൽ ആരോഗ്യ മേഖലയിൽ നിന്നും ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വളരെ ബോധപൂർവം ഈ ഒരു പ്രശ്നം ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ഒരർത്ഥത്തിൽ ആരോഗ്യ വകുപ്പ് പോലും ഇത് ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാൻ ഒരു വിമുഖത കാണിക്കുന്ന ഒരു പ്രവണത ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഡോക്ടർ. അത് ശരിയല്ല കേട്ടോ. കാരണം ആരോഗ്യ വകുപ്പിന് ഈ കാര്യം വ്യക്തമായിട്ട് അറിയാം. കൃത്യമായ കണക്കുകളുണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒരു 465ഓളം കേസുകൾ വീട്ടിൽ പ്രസവിച്ചു എന്നുള്ളതാണ്. ഇതിനേതാക്കാൻ ബോധപൂർവമായ പല ബോധവൽക്കരണവും പരിപാടികളൊക്കെ നടക്കും. പക്ഷെ ഇത് വളരെ രഹസ്യമായിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ വിഷയം. അതുകൊണ്ട് തന്നെ ഈ കോഴിക്കോടുണ്ടായ ആ സംഭവം തന്നെ സാധാരണഗതിയിൽ ഒരു പ്രഗ്നൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ആശാവർക്കർ മുഖേന JPHN എന്ന് പറയുന്ന ആരോഗ്യ പ്രവർത്തകർ മുഖേന രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇവരിത് ഒളിപ്പിക്കുകയാണ്. ഇത് ഗർഭമുണ്ടായ വിവരം തന്നെ ആരും അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാതെ വന്നിട്ടുള്ള പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഈ ഗർഭിണിയാണെന്നുള്ളത് ആരും അറിഞ്ഞിട്ടില്ല. ഗർഭിണിയായെന്ന് അതിലും അറിയാത്ത, രജിസ്റ്റർ ചെയ്യാത്ത ഒരു കേസ് പ്രസവിച്ചാൽ ഇവര് നാളെ തമിഴ്നാട്ടിൽ നിന്ന് വേറെ എവിടെന്നെങ്കിലും കുട്ടിയെ കട്ടുകൊണ്ടുപോകുന്നതാണെന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ടാണ് ഇതിന് രജിസ്ട്രേഷൻ കിട്ടാതിരിക്കുന്നത്. എന്തായാലും ആരോഗ്യ വകുപ്പിന് ഇതിന് കൃത്യമായിട്ടുള്ള വിവരമുണ്ട്. പക്ഷെ ഇതൊരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നിയമപ്രശ്നമല്ല, നിയമപരമായിട്ട് ഇതൊരു കുറ്റമായിട്ടുള്ള ഒരു കാര്യമല്ല. അതാണുള്ള ബുദ്ധിമുട്ട്. യെസ്, അങ്ങനെ ഒട്ടേറെ നൂലാമാലകൾ പിണഞ്ഞു കിടക്കുന്ന ഒരു സംഭവമാണ് ഈ വീട്ടിലെ പ്രസവം എന്ന് പറയുന്നത്. അതിന് ഒട്ടേറെ സാമൂഹ്യ മാനങ്ങളുണ്ട്. ഡോക്ടർ പ്രാഥമികമായി ഇതിൻ്റെ ഒരു അപകടത്തെക്കുറിച്ചാണ് ഡോക്ടർ കമ്മപ്പ വിശദീകരിച്ചത്.